Hello guys, it's me Hazim and Zubair and you're watching my entertainment Kannu Siblings. Just sit back and enjoy our all videos that you wish to watch. Before going to the video, please like, share, comment, and subscribe and that tiny understand. Okay, let's go to the video. Come on guys. Guys, ക്യാമറ കണ്ട പക്ഷികളെ കൂട്ടം കൂടിച്ച് പോന്ന് ഇതെവിടുന്നാ ഇത്ര വരുന്നെന്ന് എനിക്കറിയില്ല. ഗായ്സ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് എവിടെയല്ല, നമ്മളുള്ളത് ഒരു ബ്യൂട്ടിഫുൾ പാർക്കിലാണ്. പാർക്കിന്റെ പേരാണ് ഖുറാനിക് പാർക്ക്. ഈ പാർക്ക് എന്ന് പറഞ്ഞാല് ഒരു സാധാരണ പാർക്കൊന്നും അല്ല, ഒരു സ്പെഷ്യൽ കേട്ടാ. ഈ ഖുറാനിക് പാർക്കിലെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടാ. ഒരു പ്രത്യേകത ഇവിടെ വന്നിട്ടുള്ള ഖുറാനിൽ പറഞ്ഞിട്ടുള്ള മിക്ക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവിടെ ഉണ്ട്. ഇവിടെ വന്നാൽ വലിയ ഉറുമ്പിന്റെ കൂടി വരുന്നുണ്ട് കേട്ടാ. സോ ഗൈസ്, നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ. ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ട് എല്ലാം പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടാ. ഞാനിപ്പോൾ ഉള്ളത് ഗേറ്റ് 1ന്റെ ഫ്രണ്ടിലാണ്. ഗേറ്റ് 1ന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പാർക്കിങ്ങുകൾ, വളരെ കുറച്ച് പാർക്കിങ്ങുകൾ. പക്ഷെ ഗേറ്റ് 2ന്റെ അടുത്ത് പോയാൽ കുറേ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഈ രണ്ട് സ്ഥലത്ത് പാർക്കിംഗ് ഫുള്ളായ പിന്നെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഈ ഫുള്ളായിട്ട് ഇന്നില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ വീട്ടിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ പാർക്കിംഗ് ഉണ്ട്. വേറൊരു ഖുറാനിക് പാർക്കിൻ്റെ തന്നെ വേറൊരു പാർക്കിംഗ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർക്കിംഗ് ചെയ്യാം. അങ്ങനെ 3 പാർക്കിംഗ് ആറ്റുള്ള നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിച്ചിട്ട് വീട്ടിൽ പോകേണ്ട, പാർക്കിംഗ് ഇല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കാണ്ട് പാർക്ക് ചെയ്തിട്ട് വാ. ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട്. ഇപ്പം ഞാനുള്ളത് ഖുറാനിക് പാർക്കിൻ്റെ അകത്താട്ടാ. ഇപ്പൊ 5:15 ആയിട്ട് സൺസെറ്റ് ആവാനായി. കള്ളൻ ഇതെന്താ അറിയോ നിങ്ങൾക്ക്? ഇതാണ് പംകിൻ. ഇത് വന്നിട്ട് ബ്ലാക്ക് സീഡ്. ഇത് ഖുറാനിലെ ഒരു സാധനമായിട്ട്. ഇത് ലെൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതെന്താ സാധനം? ഇത് വന്നിട്ട് ചെറിയൊരു ബേർഡ് കിട്ടീനെ. നമ്മുടെ റൈഡ് എടുക്കാൻ വേണ്ടി ഓടിക്കുമ്പോ മിഡില് വന്നത് ചെറിയൊരു ബേർഡ്. അത് നമ്മൾ കാല് സൈഡാക്കിട്ട് എടുത്തിട്ട്. ഇത് സെസമാട്ടാ. സെസം എന്ന് പറഞ്ഞാല് വെളുത്തുള്ളെന്ന് തോന്നുന്നു. അത് പറിക്കരുത് എന്ന് പറഞ്ഞാല്. ഇത് ബാറിലിട്ട് ഇത് എനിക്ക് വീറ്റാന്ന് തോന്നുന്നു. ബാറിലും വീറ്റും ചെറിയ വ്യത്യാസമുണ്ട്. അതിന്റെ ഒരു ഇത് കണ്ട വളർത്താൻ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് വീറ്റിട്ടാ. വീറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഗോതമ്പ് ഗോതമ്പ് ദോശ ഉണ്ടാക്കില്ല, ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊറോട്ട, അതിന്റെ വീറ്റാട്ടത്. ഇത് ലെമൺ ഗ്രാസ്. ഇത് ഇവിടെ ലെമൺ ഉണ്ടാവുന്ന ലെമൺ ഗ്ലാസ് അല്ല, ലെമൺ ഗ്രാസ്. ഇത് മെക്ക സെന്നയാട്ടെ, അറബിയിൽ സെന്ന എന്ന് പറയും. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല എന്താണ് ഇത് ശരിക്കും. ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മസ്രയിലോട്ട് നടന്നു പോകുന്ന പോലെ കേട്ടാ. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് തോന്നുന്നു. ഇത് വന്നിട്ട് എന്താണെന്ന് അറിയില്ല. ഇത് വലിയ കാട്ടുചെടി പോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ ചെടികളും പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ മതി. നിങ്ങൾ ഖുറാനിൽ ഏത് ഇതും കാണാൻ പറ്റും. ഏത് പറഞ്ഞാല് ഏത് ഫ്രൂട്ടും കാണാൻ പറ്റും ഖുറാനിലെ. അപ്പൊ ഇതെന്താ സാധനം? ഇതിന്റെ ബോർഡ് കാണുന്നില്ല. അപ്പൊ ഇതാണ് ഓണിയൻ അല്ല, ഇതാണ് ഓണിയൻ. ഇതിനെന്താ പറയാ ബൈ? ഇതിന്റെ മേലയിലുണ്ടല്ലോ, ഇതാണ് സോളാർ പാനൽ. കണ്ട, ഇത് ആർട്ടിഫിഷ്യൽ
ഇത് ഒരു ആർട്ടിഫിഷ്യൽ ട്രീ ആണ്. ഇതിന്റെ മേലെ സോളാർ പാനലുള്ള. പിന്നെ ഇവിടുത്തെ രണ്ട് പ്രത്യേകത ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ. ഇവിടുത്തെ എല്ലാ ലൈറ്റ്സ് വന്നിട്ട് സോളാർ പാനലിലാണ് വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിക് വേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഡൂവിൻ്റെ കണക്ഷൻ ഉള്ളവർക്ക് ഇവിടെ ഫ്രീ നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എത്തിസ്ഥലത്താണ്, അതുകൊണ്ട് നമുക്കിവിടെ കണക്ഷൻ കിട്ടില്ല. ഡൂ കണക്ഷനുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടേ ഉള്ളൂ. ഈ ഖുറാനിക് പാർക്കിൽ വന്ന രണ്ട് മെയിൻ കാര്യങ്ങളാണ്, ഒന്ന് ഗ്ലാസ് ഹൗസ്, ഒന്ന് മിറാക്കിൾ കേവ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിറാക്കിൾ കേവ് ആട്ടോ. പിന്നെ ഇവിടെ 3 വയസ്സിൻ്റെ അണ്ടറുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, 3 വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോൾ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ ടിക്കറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഹായ് ഗായ്സ്, ഇപ്പൊ നമ്മൾ പോകുന്ന മിറാക്കിൾ കേവില്ല. മിറാക്കിൾ കേവ് ഓക്കേ, ഉള്ളിൽ പോയി ഫുൾ കാണിച്ചു തരാം. ഓക്കേ, ലെറ്റ്സ് ഗോ ടു ദി ഗാർഡൻ. പെർ പേഴ്സണിന് വന്നിട്ട് 5 dirhams ആട്ടാ. ഈ മിറാക്കിൾ കേവിൻ്റെ ഉള്ളിൽ 7 prophetsന്റെ സ്റ്റോറി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രം ഇതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവും. ബിക്കോസ് ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിപ്പമുണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ക്യാമറയിൽ ഇതാണ് ഭയങ്കര വലിപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ കണ്ടൊരു എന്താ വലിപ്പം. പിന്നെ കേവിൻ്റെ ഉള്ളിലുണ്ടല്ലോ 7 prophetsന്റെ സ്റ്റോറിയാണ് നമുക്ക് വെച്ചെന്ന്. ഞാൻ സ്കൂളിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു, എന്നിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഫ്രണ്ട്സെല്ലാം ആയിട്ട് ഒരു നല്ല രസം. പിന്നെ നമുക്ക് 2 hourൻ്റെ ഒരു സ്റ്റോറിയാണ് വെച്ചെന്ന്. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുക പ്രോഫറ്റ് സുലൈമാൻ പ്രോഫറ്റിന്റെ കഥയാട്ടാ. ഇപ്പൊ അറബി അറിയാത്ത ആൾക്കാർക്ക് നമുക്ക് ഒരു ട്രാൻസ്ലേറ്റർ അവർ തരും. ആ ട്രാൻസ്ലേറ്റർ നമ്മളെ ചെവി കുത്തിയാൽ നമുക്ക് ഇംഗ്ലീഷ് കേൾക്കാൻ പറ്റും കേട്ടോ. അതിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റിൽ ഓഫ് ആക്കിയിട്ടാണ് നമുക്ക് ഇത് വെച്ചരാ, സ്റ്റോറി വെച്ചരാ കേട്ടോ. അപ്പോൾ പ്രൊജക്ടറിലാണ് വെച്ചരാ. ഓക്കെ, ഇതാ കണ്ടോ, ലൈറ്റിൽ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇത് വെച്ചിരുന്ന് ക്യാമറയിൽ അത്ര വേഗം പിടിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു സ്റ്റോറി ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം വെക്കും, ബിക്കോസ് ഇവർ ആംബിയൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ സുലൈമാൻ നബിൻ്റെ കഥ. അപ്പോൾ വേറെ സ്ഥലത്ത് വന്നിട്ട് ഈസാ നബി വന്നിട്ട് ഒരു മണ്ണ് വെച്ചിട്ട് ഒരു കിളി ഉണ്ടാക്കിയത്, അതിൻ്റെ കഥയാണ്. അങ്ങനെ ലാസ്റ്റ് ഉള്ളിൽ പോയിട്ട് ലാസ്റ്റ് വരുന്നത് നമ്മളെ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയാണ്. അതാണ് 7th സ്റ്റോറി കേട്ടോ. നിങ്ങൾക്ക് വന്നിട്ട് TV-യിലും ഫോണിലും എല്ലാം നിങ്ങൾ കഥകൾ കാണുന്നില്ല, അതൊന്നും അത്ര പോരാട്ടെ. ഇവിടെ വന്നിട്ട് കഥ കാണുമ്പോഴാണ് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളിവിടെ വന്ന് കാണണോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ കഴിയില്ല കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് വന്നിട്ട് ഇവിടുത്തെ റിയൽ വ്യൂ കാണിച്ചു തരാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇവിടെ നല്ല ഇരുട്ടാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ദുബായിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ UAE ഉണ്ടെങ്കിൽ വേഗം ഓടിപ്പോയി കണ്ടോട്ടാ. പൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങിയാൽ മനസ്സിലായത് എന്താ പറയുക, ഇത്ര കാലം ഞാൻ വന്നിട്ട് എന്താ പറയുക, ഒരു ഇരുട്ട് ലോകത്തായിരുന്നു ഉണ്ടായത്. ഞാൻ വിചാരിച്ചത് രാത്രി ആയതുകൊണ്ട് ഇരുട്ട്, അത് ഇവിടെ മോർണിംഗ് ആകുമ്പോൾ നല്ല വെളിച്ചുണ്ടാവും ഞാൻ വിചാരിച്ച്. പക്ഷെ നോക്കുമ്പോൾ ഇത് മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഞാനങ്ങ് എന്തെല്ലാം ആയിപ്പോയി. ഇത് ഞാനെൻ്റെ മനസ്സിൽ വിചാരിക്കുക ഞാൻ ഡ്രീമിലാണോ ഉള്ളതെന്ന്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് അൽ ഖവാനീജ് ലാസ്റ്റ് എക്സിറ്റിൻ്റെ ഓപ്പോസിറ്റിലാട്ടാ. ലാസ്റ്റ് എക്സിറ്റും പിന്നെ ഇതും വന്നിട്ട് തൊട്ടടുത്താട്ടോ, ഫ്രണ്ട്സ് പോലെ. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇത് തൊട്ടടുത്ത് തന്നെയാണ്. ലൈക്ക് 15 or 10 minutes നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്താൽ മതി. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അവിടത്തേക്ക് എത്തും. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അസ്സലാമു അലൈക്കും. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ബൈ ഹാസിം ബിൻ സുബൈർ ആൻഡ് bye, see you next video, and we are signing out from Kannur Siblings. Stay tuned, and stay home. Bye. See you next video.